ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യൻ വനിത ആര്? ബചേന്ദ്രി പാൽ. ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യൻ വനിത ആര്? ബചേന്ദ്രി പാൽ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത സഫ്രീന ലത്തീഫ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത സഫ്രീന ലത്തീഫ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? ജോസഫ് മുണ്ടശ്ശേരി. ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ഫാത്തിമ ബീവി. ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ഫാത്തിമ ബീവി. നമ്മുടെ രാജ്യത്ത് കാണുന്ന ഏറ്റവും ചെറിയ ചിത്രശലഭം ഏത്? രത്നനീലി. നമ്മുടെ രാജ്യത്ത് കാണുന്ന ഏറ്റവും ചെറിയ ചിത്രശലഭം ഏത്? രത്നനീലി. പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരു. പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരു. നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പെട്രാർക്ക്. നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പെട്രാർക്ക്. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ജോഹന്നാസ് ഗുട്ടൻബർഗ്. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ജോഹന്നാസ് ഗുട്ടൻബർഗ്. സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ട് ഏത് ജില്ലയിലാണ്? കണ്ണൂർ. സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് ഏത് ജില്ലയിലാണ്? കണ്ണൂർ. പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആര്? പോർച്ചുഗീസുകാർ. പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആര്? പോർച്ചുഗീസുകാർ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലക്. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലക്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ കാർട്ടോഗ്രഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ കാർട്ടോഗ്രാഫി. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചതാര്? സ്വാമി വിവേകാനന്ദൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചതാര്? സ്വാമി വിവേകാനന്ദൻ. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്ത്? കുരുമുളക്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്.